ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോബിത. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഹെയർ കെയർ റുട്ടീനെ കുറിച്ചാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹെയർ കെയർ റുട്ടീൻ എല്ലാവരും ചെയ്യുന്നൊരു വീഡിയോ ആണെങ്കിൽ പോലും എന്തൊക്കെ ഹെയർ കെയർ റുട്ടീനിൽ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ ആരും പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. സോ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചുകൂടാ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൽ ഞാൻ ഹെയർ കെയർ റുട്ടീൻ ഫുൾ ചെയ്യും. എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിന് വേണ്ട മാസ്കുകൾ, കാര്യങ്ങൾ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരും. അപ്പം അത് ഞാൻ ചിലപ്പോൾ ഇത് ലോങ് വീഡിയോ ആയി പോകുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ പേന ഞാൻ ആദ്യം മാറ്റട്ടെ, ഇല്ലെങ്കിൽ അപ്പം ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഹെയർ കെയർ റുട്ടീൻ തുടങ്ങുന്നവരാണെങ്കിൽ, ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഹെയർ മൊത്തത്തോടെ പൊഴിഞ്ഞു പോയിട്ട് ഒക്കെ ഇരിക്കുന്നവരോടും അല്ല. ഞാനിപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കുള്ള മുടി എങ്ങനെ നല്ല രീതിക്ക് കൊണ്ടുപോകാം, അതിനെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളൊരാളെ കണ്ടിട്ട് അയ്യോ അയാൾക്ക് അത്രയും മുടിയുണ്ടല്ലോ, എനിക്ക് അത്രയ്ക്ക് മുടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സ് കൂടിയാൽ തന്നെ മുടി പൊഴിയാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചാൽ, അയാൾക്കുള്ള ജെനറ്റിക്സ് അല്ല നിങ്ങൾക്കുള്ള, അയാളുടെ ഹെൽത്ത് കണ്ടീഷനല്ല നിങ്ങൾക്കുള്ള, അയാൾ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റും അല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത്രയും മാറ്റങ്ങൾ വരുമ്പം നമ്മൾ അയാളെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളായിരിക്കുക. നമുക്ക് എന്താണോ ഉള്ളത്, നമ്മുടെ ജെനറ്റിക്സ് വേറെ, നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് വേറെ, നമ്മുടെ ഹെൽത്ത് വേറെ. അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് മുടി വളരണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഹെയർ വളരുന്നത് മന്ത്ലി അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു 1-1.5 സെൻറ്റിമീറ്റർ മാത്രമേ വളരത്തുള്ളൂ. ഇനി ചിലരൊക്കെ പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ പിന്നെ ഓരോരോ ബ്ലൈൻഡായിട്ട് ഓരോരോ പ്രൊഡക്ട്സ് വാങ്ങിച്ച് ഒറ്റയടിക്ക് മുടി വളരും എന്ന് പറയുന്നവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റിലും അങ്ങനെ വളരും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൺസിസ്റ്റൻസ് ആയിട്ട് ഒരു 6 മാസമോ 8 മാസമോ ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ മുടിയുടെ ലെങ്ത്തൊക്കെ പണ്ടത്തേനേക്കാളും കുറച്ചുകൂടെ കൂടുക. അങ്ങനെയുള്ള പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അതിന് നോ ഇഷ്യൂ. അപ്പം നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. മാസത്തിൽ 1-1.5 സെൻറ്റിമീറ്റർ അത്ര മാത്രമേ വളരുള്ളൂ. പിന്നെ നിങ്ങളുടെ മുടി പൊഴിയുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ഒരുപാട് ഒരു നോർമലായിട്ടൊരാൾക്ക് ഒരു 50 തൊട്ട് 100 സ്റ്റാൻഡ്സ് വരെ ഒരു ഹെയർ പൊഴിയാം. അപ്പം അത് നിങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കണ്ട. കാരണം നമ്മുടെ ഒരു മുടി പൊഴിഞ്ഞാലേ അടുത്ത മുടി കിളിർത്ത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ അത്രയ്ക്ക് കാര്യമൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ മേലെ ഒരുപാട് ഷെഡിങ് ആയാൽ മാത്രമേ നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നെ ചില പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വാഷിലൊക്കെ തന്നെ കുറച്ച് മുടി പോകുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ, അത് പൊഴിയാനുണ്ടായിരുന്ന മുടികൾ ആ ഒരു പ്രൊഡക്ട്സൊക്കെ വെച്ച് പോകുന്ന. പക്ഷേ നിങ്ങൾ അത് യൂസ് ചെയ്തിട്ടും തന്നെയും പിന്നെയും ഒരുപാട് മുടി പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ. അത് ഒരു മുടി വളർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മളിപ്പോൾ എന്താ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, ഒരു പച്ചക്കറി നടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കള ഒരുക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ മുടി വളരണമെങ്കിൽ നമ്മളെ കള ഒരുക്കണം. അപ്പം സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം നല്ല രീതിക്കായിരിക്കണം. അതായത് ഡാൻഡ്രഫ് ഉണ്ടാകാൻ പാടില്ല, ഒരുപാട് ഓയിലി ആയിട്ടിങ്ങനെ ഇരിക്കാൻ പാടില്ല, പിന്നെ അത്യാവശ്യം ഡ്രൈ ആയിരിക്കാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അടുത്ത വീഡിയോസിലൊക്കെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ആ പാർട്ടും കൂടെ കാണണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞത് ഹെൽത്ത് കണ്ടീഷൻ. ഞാൻ ആദ്യം പറഞ്ഞു,
കമ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഹെൽത്ത് കണ്ടീഷൻ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഹെൽത്ത് കണ്ടീഷനിൽ മെയിനായിട്ടുള്ള കാര്യമാണ് സ്ട്രെസ്സ്. അതായത് നമുക്ക് സ്ട്രെസ്സുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ മുടി പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്ട്രെസ്സ് കുറയാനുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. ഒന്നെങ്കിൽ യോഗയോ പാട്ട് കേൾക്കുന്നതോ വായിക്കുന്നതോ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകുന്നത് അത് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കണ്ടീഷനിൽ പെടുന്നതാണ് കണ്ടീഷൻസ്. ചിലർക്ക് ഇങ്ങനെ മുടി പൊഴിയുന്നതൊക്കെ ഒരു കണ്ടീഷൻസ് ആയിട്ടൊക്കെ ഉള്ളവരുണ്ട്. അതിന് അലോപേഷ്യ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അസുഖങ്ങളുടെ ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മൾ നോർമലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഹോർമോണലിൻ്റെ വ്യത്യാസം കാരണം. അപ്പോൾ ഹോർമോൺസിൻ്റെ വ്യതിയാനം കാരണം നമ്മുടെ മുടിയിൽ നമ്മുടെ തലയിൽ നിന്ന് മുടി പൊഴിഞ്ഞൊക്കെ പോകാം, അല്ലെങ്കിൽ മുടി വെള്ള കളറാകാം. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. പിന്നെ ഞാൻ ഈ പറയുന്ന കുറച്ച് ബ്ലഡിൽ ഞാൻ പറയുന്നതിൻ്റെ വാല്യൂസിൽ കുറച്ച് വ്യത്യാസം വന്നാലുണ്ടാവും. അതായത് അയൺ, HBയിൽ, പിന്നെ ബ്ലഡ് ഷുഗറിൽ, പിന്നെ തൈറോയിഡ് TSH എന്ന് പറയും. അപ്പം തൈറോയിഡിൽ B12 വൈറ്റമിൻ B12ൻ്റെ ഇതിൽ, അപ്പം വൈറ്റമിൻ D മെയിൻ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും വൈറ്റമിൻ D കുറവുള്ളൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും വൈറ്റമിൻ D കുറവുള്ളവരും, അപ്പോൾ എല്ലാവരും ഈ ബ്ലഡ് ടെസ്റ്റ് ഇത്രയും ഞാൻ പറഞ്ഞതിൽ ഇത്രയും കുറവുള്ളവരൊക്കെ തന്നെ മുടി പൊഴിയാം എന്നുള്ളൊരു ചാൻസ് വെച്ചിട്ട് വേണം ഇതിലെല്ലാം ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ മുടി വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം ഈ ഡെഫിഷ്യൻസിയൊക്കെ കുറയ്ക്കണം, എന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ വെറുതെ പോയി എന്തൊക്കെയോ വാരിക്കൂട്ടി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഫസ്റ്റ് നമ്മൾ ഇന്നർ ഹെൽത്ത് ആദ്യം സെറ്റായാലേ പുറത്തേക്ക് അത് എക്സ്റ്റേണലി അത് കാണിക്കുകയുള്ളൂ. സോ അത് ചെയ്യുക. പിന്നെയെന്ന് വെച്ചാൽ ഡയറ്റാണ്. ഡയറ്റിലെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ അയൺ ടെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ള അതൊക്കെ ഈ ചീരയിലൊക്കെ കിട്ടുന്ന സാധനം, സ്പിനാച്ച്, അപ്പോൾ അതൊക്കെ കഴിക്കാൻ പറ്റുന്ന പരമാവധി നോക്കുക. പിന്നെ ഹെൽത്തി ഫാറ്റ്സ്, നട്ട്സ്, സീഡ്സ്, സൺഫ്ലവർ സീഡ്, അതൊക്കെ കൂടുതൽ കുറച്ചുകൂടെ കഴിക്കുക. മുടിക്ക് ഹെൽത്തി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ കുറച്ചുകൂടെ അധികം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഡാമേജ് വരുത്തുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെയ്യാതിരിക്കുക പറ്റുന്ന പരമാവധി. ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അതായത് ഇപ്പോൾ നിങ്ങൾ മുടി സ്റ്റൈൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റിൻ്റെ ഉള്ള സെറംസോ ലോഷൻസോ എന്തെങ്കിലുമൊക്കെ കാണും, അപ്പോൾ അത് യൂസ് ചെയ്യുക. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺലൈറ്റ് അത് ഡയറക്റ്റ് മുടിയിലേക്കാതിരിക്കാൻ, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് പോവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മുടിയുടെ സ്കാൽപ്പ് കണ്ടീഷൻ അത്യാവശ്യം നല്ലതാക്കി വെക്കുക. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്താൽ തന്നെ മുടി അത്യാവശ്യം പോകുന്നത് കുറയും. അപ്പം അത്യാവശ്യം ഈ ഡാമേജ് ഉണ്ടാകുന്നത് കുറഞ്ഞു കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെതർ അത്യാവശ്യം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ വെതർ അത്യാവശ്യം ശരിയല്ലെങ്കിലും നമ്മുടെ മുടി അത്യാവശ്യം പൊഴിയാൻ ചാൻസ് ഉണ്ട്. മുടി ഡ്രൈ ആയി പോവും, അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. മോയ്സ്ചറൈസർ നഷ്ടപ്പെടും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉപരി ഞാൻ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ശരിക്കും ഞാൻ പറയുന്ന അനുസരിച്ചല്ല നിങ്ങൾ ഇനി അടുത്ത വീഡിയോസിലും ഇതിലൊന്നും ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കൺസേൺ അനുസരിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതാണ് പറഞ്ഞു തരാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അതായത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള രീതിക്ക്. അപ്പം അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇത്രയും സെറ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ടും നിങ്ങളുടെ മുടിയിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ പിന്നെ അതിനുള്ള ഏക അർത്ഥം നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ലെന്നാണ്. അതായത് നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നില്ല, നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ശരിയാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മുടീനെ അത്ര അത്യാവശ്യമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി അത്യാവശ്യം പോകാതെ ഉള്ള മുടി നല്ല രീതിക്ക് നിലനിൽക്കാൻ സഹായിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കുക. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഞാനൊരു പാർട്ടായിട്ട് ഇടാം, കാരണം ഇത് തന്നെ അത്യാവശ്യം ലോങ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടായിട്ടിടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും അടുത്ത പാർട്ടി കാണാം. ബൈ.